എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയച്ചനൊക്കെയാണ്. അപ്പോൾ ഇന്ന് പലരും ഈ കാലസർപ്പയോഗത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലസർപ്പയോഗം എന്താണ്, അതിൻ്റെ ഫലങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള കാലസർപ്പയോഗങ്ങളുണ്ടെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാലസർപ്പയോഗം എന്ന് കാലസർപ്പയോഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാലസർപ്പയോഗം എന്ന് പറഞ്ഞാൽ കാളസർപ്പയോഗം അല്ലെ കാലസർപ്പയോഗം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ കാളസർപ്പയോഗത്തിന് പ്രാചീന ജ്യോതിഷത്തിൽ ഇതിന് പ്രത്യേകിച്ച് പരാമർശങ്ങളായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ ഈ സർപ്പയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുവും കേതുവും പരസ്പരം 7-ാം രാശികളിലാണല്ലോ ഗ്രഹനിലയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മധ്യത്തിലായി മറ്റ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയാണെങ്കിൽ അത് കാളസർപ്പയോഗമായി. അപ്പോൾ രാഹു കേതുക്കളുടെ ഏതെങ്കിലും ഒരു വശത്ത് ഗ്രഹങ്ങൾ ഇപ്രകാരം കൂട്ടിലടയ്ക്കപ്പെട്ട പോലെ ഉള്ള സ്ഥിതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതാണെങ്കിൽ ഒരു രാശിയിൽ രാഹുവോ കേതുവോ നിൽക്കുന്നതിനൊപ്പം അവ നിൽക്കുന്ന ഡിഗ്രികളിൽ തന്നെ മറ്റ് ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യണം. അതായത് മിഥുനം രാശി 20 ഡിഗ്രിയിൽ രാഹുവും ധനുരാശി 20 ഡിഗ്രിയിൽ കേതുവുമാണെങ്കിൽ അപ്പം മിഥുനം 20 ഡിഗ്രിക്കും ധനു 20 ഡിഗ്രിക്കും ഇടയിലായിട്ട് വേണം. അപ്പം മറ്റ് ഗ്രഹങ്ങളുടെ നില അപ്പോഴാണ് കാലസർപ്പയോഗമായിട്ട് വരിക. അപ്പം ഈ രാഹുവും കേതുവും മറ്റ് ഗ്രഹങ്ങളെ വിഴുങ്ങുക എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പം. അതിൻ്റെ ഒരു പ്രമാണമുണ്ട്. അഗ്രേ രാഹു ധരോ കേതു സർപ്പമധ്യഗത ഗ്രഹ യോഗോ യം കാളസർപ്പാഖ്യം ലോകേ ബഹുവിനാശകൃത് എന്നാണ് അതിൻ്റെ പ്രമാണം. അതായത് ഈ പ്രമാണം അനുസരിച്ച് ഓരോ ഭാവത്തിലും കാലസർപ്പയോഗം വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഫലമെന്ന്. അപ്പോൾ ഓരോ തരത്തിലുള്ള കാലസർപ്പയോഗത്തിന് ഓരോ പേരുകളുണ്ട്. അപ്പോൾ അതിനെ ഞാനൊന്ന് വിശദമായിട്ട് പറയാം. അത് ഒന്നാമത്തെ കാലസർപ്പയോഗം എന്ന് പറയുന്നത് അനന്ത കാലസർപ്പയോഗമാണ്. അത് അനന്ത കാലസർപ്പയോഗം എന്ന് പറഞ്ഞാൽ രാഹു ലഗ്നത്തിലും കേതു 7-ലും വരിക. അപ്പോൾ രാഹു ലഗ്നത്തിലും കേതു 7-ലും വന്നാൽ അനന്ത കാളസർപ്പയോഗമായി. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പരാജയം വരിക, ക്രൂരമായ മാനസിക സമ്മർദ്ദം ഉണ്ടാകുക, വിവാഹ പരാജയം ഉണ്ടാകുക, വ്യക്തി പ്രതിസന്ധികൾ ഉണ്ടാകുക, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഈ അനന്ത കാലസർപ്പയോഗം കൊണ്ട് അല്ലെ കാളസർപ്പയോഗം കൊണ്ട് വരാം. അടുത്ത രണ്ടാമത്തെ കാളസർപ്പയോഗം എന്ന് പറയുന്നത് ഗുളിക കാളസർപ്പയോഗമാണ്. അപ്പം ഗുളിക കാളസർപ്പയോഗം എന്ന രാഹു 2-ലും കേതു 8-ലും വരിക. അപ്പോൾ ജാതകൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം ജാതകൻ്റെ വിദ്യാഭ്യാസം തടസ്സപ്പെടും. അപ്പോൾ അതുപോലെ സാമ്പത്തികമില്ലായ്മ, അച്ചടക്കമില്ലായ്മ എന്നീ പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടും. സൗഖ്യക്കുറവ്, ആയുർഭീതി, വൈവാഹിക പ്രശ്നങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ഗുളിക കാളസർപ്പയോഗത്തിൻ്റെ ഫലം. മൂന്നാമത്തത് വാസുകി കാളസർപ്പയോഗമാണ്. അപ്പോൾ വാസുകി കാളസർപ്പയോഗം വരുന്നതെന്ന് പറഞ്ഞാൽ രാഹു 3-ാം ഭാവത്തിലും കേതു 9-ാം ഭാവത്തിലും വരിക. അങ്ങനെ സഹോദര ക്ലേശം, തൊഴിൽ തടസ്സം, ഭാഗ്യഹാനി, അച്ഛനാപത്ത്, ഗുരുജനങ്ങളുടെ ദ്വേഷത്തിന് പാത്രമാകുക, സാഹസ കർമ്മങ്ങൾ മൂലം പരാജയം വരിക, അതുപോലെ തന്നെ അധാർമികമായ മനസ്സ് എന്നിവയൊക്കെയാണ് ഈ വാസുകി കാലസർപ്പയോഗം കൊണ്ടുള്ള ഫലം. അടുത്തതെന്ന് പറഞ്ഞാൽ ശംഖപാല കാളസർപ്പയോഗം. അത് ശംഖപാല കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ ലഗ്നാൽ 4-ൽ രാഹു 10-ാം ഭാവത്തിൽ കേതു അങ്ങനെ വരികയാണെങ്കിൽ കർമ്മരംഗത്ത് അതൃപ്തി ഉണ്ടാകും, രാഷ്ട്രീയ പരാജയം, അപകീർത്തി, അധികാരികളുടെ ശത്രുത, മാതൃദുരിതം, മനസ്വസ്ഥതയില്ലായ്മ ഇവയൊക്കെയാണ് അതിന് ഫലമായിട്ട് വരിക. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് പത്മകാളസർപ്പയോഗമാണ്. ഈ പത്മകാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ രാഹു 5-ാം ഭാവത്തിൽ വരിക, കേതു 11-ൽ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സന്താന ദുരിതം വരാം, മുജ്ജന്മ പാപമാകാം, സർപ്പശാപമാകാം, ലാഭഹാനി, ആഗ്രഹങ്ങൾ നിഷ്ഫലമാകുക, ജ്യേഷ്ഠ പ്രാതാവിന് ദോഷം തുടങ്ങിയവയാണ് ഈ
പത്മ കാളസർപ്പയോഗം കൊണ്ട് സംഭവിക്കുക. അടുത്തത് മഹാപത്മ കാളസർപ്പയോഗം. മഹാപത്മ കാളസർപ്പയോഗം രാഹു 6-ലും കേതു 12-ലും വന്നു കഴിഞ്ഞാൽ പ്രണയപരാജയം വരാം, പിന്നെ ദാമ്പത്യ ക്ലേശം വരാം, അതുപോലെ തന്നെ ഋണബാധ്യത വരാം, ചോരഭയം ഉണ്ടാകാം, ശത്രുഭീഷണി, കാര്യതടസ്സം, ഇവയൊക്കെയാണ് ഫലം. അപ്പം ഇവ ഇത്രയും രാഹുവിൽ നിന്നും തുടങ്ങുന്ന കാളസർപ്പയോഗങ്ങളിൽ ഇതിനുള്ളവ കേതുവിൽ തുടങ്ങുന്ന കാളസർപ്പയോഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ തക്ഷക കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ രാഹു 7-ാം ഭാവത്തിലും കേതു ലഗ്നത്തിലും, അത് മറിച്ച് പറയുന്നത് കേതു ലഗ്നത്തിലും രാഹു 7-ലും വരിക. അങ്ങനെ വരികയാണെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് സദാ കലഹം, വിയോഗം, അതുപോലെ തന്നെ രോഗാതുരത, മലിനത, ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിൽ രോഗം എന്നിവയാണ് അതിന് ഫലം. അടുത്ത കാർക്കോടക കാളസർപ്പയോഗം. കാർക്കോടക കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ രാഹു 8-ാം ഭാവത്തിൽ കേതു 2-ൽ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അസ്ഫുടമായ വാക്ക്, ധനഹാനി, തൊഴിലിലെ പദവി വിഭ്രംശം സംഭവിക്കുക, സ്ഥലം മാറ്റം വരിക, തെറ്റിദ്ധരിക്കപ്പെടുക, അങ്ങനെയുള്ള വ്യക്തിത്വത്തിനുടമയാകുക, അപകടങ്ങൾ, ആയുർഭീതി എന്നിവ അനുഭവിക്കും. അടുത്തത് ശംഖുപാല കാളസർപ്പയോഗം. അപ്പോൾ ഈ ശംഖുപാല കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ 9-ാം ഭാവത്തിൽ രാഹു, 3-ാം ഭാവത്തിൽ കേതു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ പിതൃദുരിതം ഉണ്ടാകാം, പുണ്യക്ഷയം ഉണ്ടാകാം, ഭാഗ്യഹാനി ഉണ്ടാകാം, സഹോദരങ്ങൾക്ക് തിരിച്ചടികൾ സംഭവിക്കാം, അധൈര്യം, അകാരണ ഭയം മുതലായവയ്ക്ക് സാധ്യതയാണ്. അടുത്തത് ഘാതക കാളസർപ്പയോഗം. രാഹു 10-ൽ കേതു 4-ൽ. അപ്പം തൊഴിലിൽ ആകസ്മികമായ പതനം, അതുപോലെ തന്നെ വസ്തുവകകളിൽ നാശം വരിക, യാത്രകൾക്ക് കൊണ്ട് നിഷ്ഫലതയുണ്ടാകുക, അധികാരഭ്രംശം, മാതൃക്ലേശം, വാഹനാപകടം തുടങ്ങിയവയൊക്കെ അതുകൊണ്ട് കാണിക്കാം. അതുപോലെ തന്നെ വിഷധര കാളസർപ്പയോഗം ഒരു യോഗമുണ്ട്. അപ്പോൾ രാഹു 11-ലും കേതു 5-ൽ. അപ്പോൾ ജന്മസ്ഥലത്ത് നിന്നും അകന്നുള്ള വാസം, അതുപോലെ തന്നെ ലാഭതടസ്സം, സന്താനക്ഷയം, ഭവനശൂന്യതമായ കർമ്മം മൂലം പരാജയം, നേത്രരോഗം തുടങ്ങിയവയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ വിഷധര കാളസർപ്പയോഗമുണ്ട്. അടുത്തത് ശേഷനാഗ കാളസർപ്പയോഗമുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹു 12-ലും കേതു 6-ലുമാണ്. അപ്പോൾ ശത്രുഭീതി, ദംശാദി ഭയം, പിന്നെ അംഗവൈകല്യം, അരിഷ്ടത, കടക്കണി എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സർപ്പയോഗങ്ങൾ, ചില സർപ്പയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ജാതകത്തിലെ ഭാഗ്യാനുഭവങ്ങൾ, സദ്യോഗങ്ങൾ എന്നിവയെ ശിഥിലീകരിക്കുക, അതുപോലെ തന്നെ ശക്തിവിശേഷണം, അങ്ങനെയുള്ള ശക്തിവിശേഷണമാണ് നമ്മൾ കാളസർപ്പയോഗം കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പം ശക്തിയുള്ള ധനയോഗങ്ങളെ നശിപ്പിക്കാനും തന്മൂലം ധനവാനെ ദരിദ്രനാക്കാനും ഈ യോഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സുലഭമായി അനായാസമായി കൈവരുന്നവയെ പോലും കഠിനാധ്വാനത്തിലൂടെ അമിത ക്ലേശം സഹിച്ച് നേടിയെടുക്കേണ്ടി വരുന്ന ഒരു ദുർവിധി ഇതിൻ്റെ ഫലമാണ്. കപ്പിനും ചുണ്ടിയും ഇടയിൽ പലപ്പോഴും വിജയം കൈവിട്ടു പോകുന്ന ദുരവസ്ഥയും ഈ യോഗങ്ങൾക്ക് മൂലം അനുഭവിക്കേണ്ടി വരുന്നു. ആകസ്മികമായ തിരിച്ചടികൾ, അപ്രതീക്ഷിതമായ ശത്രുശല്യം, പെട്ടെന്ന് രോഗത്തിൻ്റെ ആക്രമണത്തിന് വിധേയമാകുക, വിവാഹ തടസ്സം ഉണ്ടാകുക, വിവാഹ ജീവിതത്തിൽ പലതരം പ്രതിസന്ധികൾ ഉടലെടുക്കുക, സന്താന ദുരിതമുണ്ടാകുക, അപവാദം കേൾക്കുക, അതുപോലെ തന്നെ അർഹതയ്ക്കനുസരിച്ച് അംഗീകാരം ലഭിക്കാതിരിക്കുക എന്നിങ്ങനെയൊക്കെയാണ് കാളസർപ്പയോഗം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ പല പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ കാളസർപ്പയോഗം കൊണ്ടുണ്ടാകുന്നു. എന്നാൽ ഗുണഫലവും കാളസർപ്പയോഗം കൊണ്ട് നൽകാറുണ്ട്.
അപ്പോൾ അത് ആചാര്യന്മാരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവയിൽ പ്രധാനവും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ അതിജീവിക്കാൻ ഇതുകൊണ്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാളസർപ്പയോഗങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഗ്രഹനിലയൊക്കെ വളരെ ഒന്ന് കൃത്യമായി വിശകലനം ചെയ്തിട്ട് വേണം അതിനെക്കുറിച്ച്. അതായത് ഈ നമുക്ക് ആത്മശക്തിയും ദൃഢത്വവും ഒക്കെ കൊണ്ട് ഈ യോഗങ്ങൾ കാര്യങ്ങളുടെ വിപരീത ഗതിയെ കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രതിസന്ധികളെ നേരിട്ട് തനിയെ ഒരു പ്രതിരോധ ശക്തി വന്നു ചേരുന്നതിനും അതിൻ്റെ പിൻബലത്തോടെ കാര്യങ്ങളെ വരുതിയിലാക്കുവാനും കാളസർപ്പയോഗങ്ങൾക്ക് കഴിയും. അതിന് പുറമേ നിന്നുള്ള ശക്തിയുടെ പിന്തുണ എന്നതിനേക്കാൾ ആത്മബലം തന്നെയാണ് ഈ യോഗം കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. രാഹു കേതു നിലനിൽക്കുന്നതിൻ്റെ ഒത്ത മധ്യത്തിൽ ഒരു ബലവാനായ ഗ്രഹം നിൽക്കുക. രാഹു കേതുവിനോടൊപ്പം ബലവാനായ ഗ്രഹം നിൽക്കുക. അതായത് വ്യാഴം, ബുധൻ, ശുക്രൻ ഇവരുടെ യോഗദൃഷ്ടികൾ രാഹു കേതുക്കൾക്കുണ്ടാകുക എന്നിവ കാളസർപ്പയോഗത്തെ ദുർബലമാക്കുകയും ചെയ്യും. മറിച്ച് സൂര്യൻ, ചന്ദ്രൻ, ശനി, ചൊവ്വ എന്നിവയിൽ രാഹു കേതുക്കൊപ്പം സ്ഥിതി ചെയ്താൽ ദോഷശക്തി അധികമാണെന്നും നമുക്ക് പറയപ്പെടുന്നുണ്ട്. ഈ കാളസർപ്പയോഗത്തിന് ഒരുപാട് ഉദാഹരണം, അനന്തകാളസർപ്പയോഗം സംഭവിച്ച ആളുകളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാളസർപ്പയോഗം പറയുമ്പോൾ അത് ശരിക്കും ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് വേണം പറയുവാൻ. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ഉടനെ കാളസർപ്പയോഗം എന്ന് ഈ പലരും പറയാറുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലുള്ള കാളസർപ്പയോഗമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുകൂടി വിശദമാക്കാൻ ഗ്രഹനില ചെക്ക് ചെയ്യുമ്പോൾ അതുപോലൊന്ന് വിശദമായി ചെക്ക് ചെയ്താൽ അത് മനസ്സിലാകും. അത് അങ്ങനെയൊന്ന് ചെക്ക് ചെയ്ത് വേണം കാളസർപ്പയോഗത്തെക്കുറിച്ച്. അത് ഈ കാളസർപ്പയോഗം കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞത് ദോഷങ്ങളാണ്, പിന്നീട് ഗുണങ്ങളുമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗുണദോഷങ്ങൾ വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ചിലർക്കാണെങ്കിൽ അത് വളരെ ദോഷമായിട്ടിരിക്കും, അതിന് പ്രതിവിധികളും ഉണ്ട്. അപ്പോൾ അതിന് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. അല്ലാതെ എന്നും ഇതുപോലെ ഒരേ അവസ്ഥ തുടരുകയൊന്നുമില്ല. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ അതിന് മാറ്റം വരികയും ചെയ്യും. അല്ലാതെ ഒരു പ്രാവശ്യമോ ചിലപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറില്ല. അതിന് ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്താൽ മതി. അതായത് വലിയ പൂജയുടെയോ ഹോമത്തിൻ്റെയോ ഒന്നും കാര്യമില്ല. ചെറിയ രീതിയിൽ അതിന് വഴിപാടുകളൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ക്ഷേത്ര ദർശനമൊക്കെ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തിലുണ്ട്. അപ്പോൾ അത് കാളസർപ്പയോഗം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ കാളസർപ്പയോഗം വന്നു കഴിഞ്ഞാൽ, രാഹുവിൻ്റെ സ്ഥിതി വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ദോഷങ്ങളുണ്ടോ? അങ്ങനെ ദോഷങ്ങളുണ്ട്. പക്ഷേ ആ ദോഷങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് ആദ്യം പറഞ്ഞില്ല, കൃത്യമായിട്ടും ഗ്രഹനില നമ്മളൊന്ന് ഭംഗിയായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, അതിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.